ജോബ്, എഡ്യൂക്കേഷൻ, നാച്ചുറൽ ഡിസാസ്റ്റർ, വാസ്, ഇതുപോലത്തെ കുറെ റീസൺസ് കാരണം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ആരും അവിടെ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് എന്ത്? മൈഗ്രേഷൻ. ഈ മൈഗ്രേഷൻ എന്താ? ഒരു കൺട്രിയിൽ നിന്ന് കൺട്രിയിലോട്ട് മാത്രമാണോ? പിന്നെ ഇതിന്റെ ഡിഫറൻസ് എന്താ? കൺട്രി ടു കൺട്രി പറയുന്നത്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് പറയുന്നത്, അതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? അതായത് കൺട്രിക്ക് പുറത്താണെങ്കിൽ നമുക്ക് എന്ത് വേണം? വിസ വേണം. മറ്റേതാണെങ്കിൽ വേണം. എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അതായത് നമ്മളിപ്പോൾ പറയുന്നത് കേരളത്തിൽ നിന്ന് എങ്ങോട്ട് പോകാം? അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ ഇൻ ദ സെയിം കൺട്രി ഫോർ ഡിഫറെന്റ് പർപ്പസ്. അതെന്താ പറയുന്നതിന്? അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അതായത് ഇന്റേണൽ ആയിട്ട് ഒരു കൺട്രിക്കകത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ അകത്തോ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന മൈഗ്രേഷൻ, അതായത് ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട്, റൂറൽ ടു അർബൻ ഏരിയയിൽ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ മൈഗ്രേഷൻ. ഓക്കെ, ആർക്ക് പറയാൻ പറ്റുന്ന എല്ലാം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എന്താ ഞാൻ പഠിപ്പിച്ച ടോപ്പിക് ഏതാണെന്ന് പറയുന്നത്? താങ്കൾ മൈഗ്രേഷൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്റേണൽ മൈഗ്രേഷൻ, ഇന്റേണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ ഇന്റേണൽ മൈഗ്രേഷൻ? പറയൂ. ഇന്റേണൽ ആയിട്ട്